എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നലത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു. വനമാലിയും ഗിരിദേവനും കൂടെ സൂര്യഭഗവാനെ കുറിച്ചും ശിവഭഗവാനെ കുറിച്ചും പരശുരാമനെ കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്ത് സൂര്യഭഗവാന് കൺമേഷം ഏറ്റ കഥകളൊക്കെ പറയുവാണ്. അവസാനം സൂര്യഭഗവാൻ ശിവഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ ശിവലിംഗം കൊടുത്തിട്ട് അതുകൊണ്ട് പ്രതിഷ്ഠിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ട് അതിനു മുമ്പ് ഇന്ന് സൂര്യഭഗവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്ഭുതം എന്ന് പറയേണ്ടത്. കാരണം പെട്ടെന്ന് തന്നെ സൂര്യഭഗവാന്റെ ദേഹത്തെ ആ കന്മഷമൊക്കെ അങ്ങോട്ട് മാറി. സൂര്യഭഗവാൻ എന്തെന്നില്ലാത്ത സന്തോഷമായി. അങ്ങനെ സൂര്യഭഗവാൻ ശിവലിംഗത്തെ നമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സൂര്യഭഗവാന്റെ കഥകളും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പരശുരാമന് ഒരു കാര്യം മനസ്സിലായി. ആ ശിവലിംഗം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകതയുള്ളതാണ്. പിന്നീട് ഇതൊക്കെ അറിഞ്ഞ് പരശുരാമൻ എന്ത് ചെയ്യണം, ആ ശിവലിംഗം ഇരുന്ന സ്ഥാനത്ത് അവിടെ ഒരു ക്ഷേത്രം തന്നെ പണി കഴിപ്പിച്ചു. അപ്പൊ ശിവലിംഗത്തിന് എന്നും പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അതിനു വേണ്ടിയിട്ട് ആ ക്ഷേത്രമാണ് ഈ വൈദ്യനാഥ ക്ഷേത്രം എന്ന് പറയണം. കാരണം ശിവഭഗവാന്റെ ആത്മലിംഗമാണ് ഇവിടെ ഇരിക്കുന്നത്, ഇവിടുത്തെ ഗർഭഗൃഹത്തിൽ ഇരിക്കണേന്ന് പറയാം. ഇത് കേട്ടതും ഉണ്ണിമോള് പറഞ്ഞു, ആഹാ അത് അത്ഭുതമായിരിക്കുമല്ലോ എന്ന് പറയണ. ഗിരിദേവൻ പറഞ്ഞു, അതെ, കാരണം ശിവഭഗവാന്റെ ഖണ്ഡത്തിൽ നിന്നുള്ള വിഷം മാറ്റിയത് ഈ ആത്മലിംഗമാണ്. അതുപോലെ തന്നെ സൂര്യഭഗവാനെ രക്ഷിച്ച ആത്മലിംഗമാണ്. അങ്ങനെയുള്ള ഒരു ആത്മലിംഗമാണ് ഇവിടെ ഇരിക്കണേന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിമോള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശിവഭഗവാന്റെ ഖണ്ഡത്തിൽ നിന്ന് വിഷം മാറ്റി ആത്മലിംഗം ഇരിക്കുന്നെങ്കിൽ ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന സർപ്പവിഷം മാറില്ലേ ഗിരിദേവെന്ന് ചോദിക്കുകയാണ്. അവളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നണേ. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, ഇത് ഉണ്ണിമോളുടെ കഷ്ടകാല യോഗമല്ലേ, അങ്ങനെ മാറ്റാൻ പറ്റില്ല. പക്ഷെ ഉണ്ണിമോളെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന എന്തിനാണെന്നറിയാവോ, ഉണ്ണിമോൾക്ക് ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഉണ്ണിമോളുടെ ഒരു ആഗ്രഹമുണ്ട്. ശബരിമലയിൽ പോയി അയ്യപ്പസ്വാമിയെ കാണണമെന്നല്ല, ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാ. ആ ആഗ്രഹം നിറവേറ്റുന്നോടം വരെ ഉണ്ണിമോൾക്ക് ഒരു ആപത്ത് സംഭവിക്കാൻ പാടില്ലെന്ന് പറയാണ്. വനമാലി പറഞ്ഞു, ഉണ്ണിമോള് പേടിക്കൊന്നും വേണ്ട, അതിനുള്ള വഴികൾ ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളാം. അതുവരെ ഉണ്ണിമോൾ ഉറങ്ങരുത്. ഉണ്ണിമോൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉണ്ണിമോൾക്ക് ഒരിക്കലും ആ നിദ്രയിൽ നിന്ന് ഉണരാനായിട്ട് സാധിക്കില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോളോട് ശരിയെന്ന് പറയാണ്. പിന്നീട് വനമാലി ഭഗവാനും കൂടെ അങ്ങോട്ട് അയ്യപ്പസ്വാമിയും കൂടെ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. ഈ സമയം വിനോദും അനസയെ ഉണ്ണിമോൾ എഴുന്നേറ്റ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ മുത്തശ്ശിയോട് പറഞ്ഞു, വിനോദും അനസയല്ല മിനിയും ജയനും ഉണ്ണിമോൾ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നീട് മുത്തശ്ശേരി ഈ കാര്യങ്ങളൊക്കെ പറയണം. മാഷും രാധ ടീച്ചറും പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, ദൈവമേ, എന്റെ ഭഗവാൻ എന്റെ ഉണ്ണിമോൾ എഴുന്നേറ്റല്ലോ എന്ന് പറയണം. പക്ഷെ എനിക്ക് അതിനകത്തൊരു അത്ഭുതം തോന്നുന്നുണ്ട് അമ്മയെന്ന് ജയൻ പറയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാവോ, ഒരു പക്ഷേങ്കില് ഉണ്ണിമോളെ വന്ന് വിളിച്ചോണ്ട് പോയത് ശാരിക ആയിരിക്കുമെങ്കിലോ, ഉണ്ണിമോളുടെ അമ്മയായിരിക്കുമല്ലോ. മരിച്ചുപോയ അവര് വന്ന് വിളിച്ചിട്ടാണോ ഉണ്ണിമോൾ ഇനി ഉറക്കത്തിൽ നിന്ന് എന്നവണ എഴുന്നേറ്റ് പോയെന്ന് അറിയത്തില്ലോ. ഇനിയിപ്പൊ ശാരികയുടെ കൂടെ പോയതാണെന്ന് ചോദിക്കാം. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, നീ എന്തൊക്കെയാ ജയ ഈ പറയണേ? അങ്ങനെയൊന്നും ഒരിക്കലും ആയിരിക്കില്ല. കാരണം ശാരിക ആയിരിക്കില്ല. ശാരിക എന്ന് വിളിച്ചാൽ അവൾ ഇങ്ങനെ എഴുന്നേറ്റ് പോകത്തില്ല. പക്ഷെ എന്തോ ഒരു അത്ഭുതം അവിടെ നടന്നിട്ടുണ്ട്. എന്താന്ന് മാത്രം അറിയത്തില്ല. ഗിരിദേവനും വനമാലയും കൂടെ ഉണ്ടല്ലോ, ഒരു പക്ഷെ അവർക്കറിയായിരിക്കും. അവരറിയാതെ ഒന്നും സംഭവിക്കില്ല. ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതിന്റെ ബലമായിരിക്കും എന്ന് പറയാണ്. ഈ സമയം ഉണ്ണിമോള് വൈദ്യനാഥ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അവിടുത്തെ തിരുമേനി അങ്ങോട്ട് വന്നു. തിരുമേനി വന്ന് ഉണ്ണിമോളെ ഒന്ന് നോക്കി. അല്ല, കുട്ടി എന്താ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നത്? ആരുമില്ലേ, തനിച്ചുള്ളൂന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഉണ്ണിമോൾക്ക് എന്ത് മറുപടി പറഞ്ഞു നടത്തില്ല. അപ്പോഴേക്കാണ് ഗിരിദേവനും വനമാലയും അങ്ങോട്ട് വന്നേ. ഗിരിദേവൻ വന്നിട്ട് പറഞ്ഞു, ഉണ്ണിമോള് തനിച്ചല്ല, ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തിരുമേനി പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യാം, നിങ്ങള് ഭഗവാനെ തൊഴുതോ, ഇല്ലെങ്കിൽ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയിക്കോളാൻ പറയാം. ഈ കുട്ടീനെയും കൂട്ടി പോകാൻ പറയാണ്. പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു, അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം ഗിരിദേവനും മലമാലയും കൂടെ എന്ത് ചെയ്യുവാണ്, തിരുമേനി പോയ പറയും അങ്ങോട്ടേക്ക് പോവാണ്. തിരുമേനിയുടെ എന്ന് ചോദിച്ചു, അല്ല തിരുമേനി എന്തിനാ ഉണ്ണിമോളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ തിടുക്കം കൂട്ടുന്നതെന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്ക് ആ മോളെ കണ്ടപ്പോ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അതിനി അധിക സമയം ജീവിച്ചിരിക്കില്ലാന്ന്. കാരണം എനിക്ക് അങ്ങനെ ഒരു സിദ്ധി കിട്ടിയിട്ടുണ്ട്. വൈദ്യനാഥ ഭഗവാനെ അല്ലേ ഞാൻ സേവിച്ചുകൊണ്ടിരിക്കുന്നേ. അനുഗ്രഹം ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ അവരുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ഇവിടെ കിടന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രം അശുദ്ധമാവുമല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ട വനമാലി പറഞ്ഞു, അതെ, തിരുമേനി ഭയക്കേണ്ട കാര്യമില്ല കേട്ടോ, ഒന്നും സംഭവിക്കില്ല. അവൾക്ക് ഇവിടെ വെച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ്. എന്നും പറഞ്ഞിട്ട്
എന്ത് ചെയ്യുവാണ്, ഉണ്ണിമോളുടെ അരിയിലേക്ക് അവർ വരുവാണ്. ഈ സമയം ഉണ്ണിമോൾ ചോദിച്ചു, എന്താ വനമാലി, ആ തിരുമേനി അങ്ങനെ പറഞ്ഞ എന്താ, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ എന്താന്ന് ചോദിക്കും. അത് പിന്നെ ഉണ്ണിമോൾക്ക് കഷ്ടകാല ദുരിതമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാ പറഞ്ഞെന്ന് പറയാ. എന്നാലും ആ തന്ത്രിക്ക് അതെങ്ങനെ മനസ്സിലായി എനിക്ക് കഷ്ടകാല ദുരിതം ഉണ്ടെന്ന്? അത് പിന്നെ ആ തന്ത്രി ആരെന്നറിയോ, വൈദ്യനാഥനെ സേവിക്കുന്ന ആളാ. പരശുരാമൻ ഈ ക്ഷേത്രം പണിത സമയത്ത് വൈദ്യനാഥനെ സേവിക്കാനായിട്ട് ഒരു താന്ത്രിക കുടുംബത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ താന്ത്രിക കുടുംബത്തിലുള്ള ആളാ ആ തിരുമേനി എന്ന് പറയാ. പിന്നീട് വനമാലി പറഞ്ഞു, അത് മാത്രമല്ല, ഈ താന്ത്രിക കുടുംബത്തിൽ ആർക്കേലും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യനാഥമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും, അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് പുണ്ണിമോള് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറയണേ. പോകാൻ സമയമായിട്ടില്ല, പോകാൻ സമയമാകുമ്പോ ഞാൻ പറയാന്ന് ഗിരിദേവൻ പറയാ. ഇപ്പൊ ഉണ്ണിമോള് തൽക്കാലത്തേക്ക് ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറയുവാണ്. പിന്നീട് ഗിരിദേവനും മണിമാലയും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് തിരുമേനി പൂജയെല്ലാം കഴിഞ്ഞ് നടന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, വനമാലി അങ്ങോട്ട് വേഷം മാറി ഒരു പാമ്പിന്റെ രൂപത്തിലാവുകയാണ്. പിന്നീട് പോയി തിരുമേനിയെ കൊത്തുവാണ്. തിരുമേനിയെ കാലെ പാമ്പ് കടിച്ചെന്ന് തിരുമേനിക്ക് മനസ്സിലായി. അയ്യോ, എന്നെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് തിരുമേനി അലറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയാണ്. പെട്ടെന്ന് ആ സമയത്ത് അയാളോട് ഒരു ഓട്ടോറിക്ഷ വന്നു. ഓട്ടോറിക്ഷ കയറി തിരുമേനിയിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഇത് യമദേവന് മനസ്സിലായി. കാരണം യമദേവന് മനസ്സിലായി ഇതിപ്പോ ഒരു തന്ത്രം ഇറക്കിയിരിക്കുന്നതാണ്. ഗിരിദേവനും വനമാലിയും കൂടെ ചേർന്നിട്ട്, ചെറിയ തന്ത്രമല്ല, കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താന്ത്രിക കുടുംബത്തിലെ ആണാണല്ലോ തിരുമേനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വൈദ്യനാഥൻ മരുന്നുമായിട്ടെത്തും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് പ്രയോഗിച്ചിരിക്കുന്ന തന്ത്രമാണെന്ന് മനസ്സിലായി. ഉണ്ണിമോളെ രക്ഷിക്കണമല്ലോ എന്തെങ്കിലും തന്ത്രത്തിലൂടെ. അങ്ങനെയാണെങ്കിൽ ഇത് വിജയിപ്പിച്ചുകൂടാ. അവര് മരുന്നുമായിട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അവളെ ഉറക്കണം. ഉണ്ണിമോളെ ഉറക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് എന്ത് ചെയ്യാണ്, യമദേവൻ ഇങ്ങനെ കണ്ണടച്ച് കഴിയുമ്പോഴത്തേനും ഉണ്ണിമോൾ അവിടെ ഇരിക്കുവോ, ഉണ്ണിമോളെ ഉറക്കം വന്ന് ഇങ്ങനെ തൂങ്ങുവാണ്. അവസാനം ഉണ്ണിമോൾ അങ്ങോട്ട് മയങ്ങി വീഴുവാണ്. കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഗിരിദേവനും വനമാലിയും കൂടെ ഉണ്ണിമോളുടെ അരിയിലേക്ക് എത്തുന്നത്. എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോള് നല്ല ഉറക്കം പിടിച്ചു. അപ്പോഴേക്കും വനമാലി പറഞ്ഞു, യമദേവന് തന്റെ കാര്യം നടത്തിയിരിക്കുന്നു, ഉണ്ണിമോളെ അങ്ങനെ ഉറക്കിയിരിക്കുന്നു പറയാം. ഇത് കേട്ടപ്പോ ഗിരിദേവൻ പറഞ്ഞു, അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അവളുടെ അവസാനത്തെ ആഗ്രഹം, എന്റെ ഭക്തിയുടെ അവസാനത്തെ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുക്കും. അതിനു വേണ്ടിയിട്ട് എന്ത് ഞാൻ ചെയ്യാൻ തയ്യാറാ. അവളെ ഒരിക്കലും ഞാൻ അതിനു മുമ്പ് ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് പറയാണ്. ഈ സമയം തിരുമേനിയുടെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ദേ നോക്കിയിട്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല, ഇനി ഇവിടെ കിടത്തിയോണ്ട് കാര്യമില്ല, നിങ്ങൾ കൊണ്ടുപോക്കോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തിരുമേനിയുടെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ 2-3 പേരുണ്ട്. അവര് പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലോ എന്ന് പറയണ. അപ്പൊ ആ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, അല്ല വൈദ്യനാഥനെ സേവിച്ചുകൊണ്ടിരുന്ന തിരുമേനിയല്ലേ, വൈദ്യനാഥന് കൈവിടത്തില്ല എന്ന് പറയണ. ഇത് കേട്ടോ തിരുമേനിയുടെ ഭാര്യ പറഞ്ഞു, എന്ത് ചെയ്യാനാ, എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഇനിയിപ്പൊ വീട്ടിലേക്ക് കൊണ്ടായാലും ഇദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെടുമെന്ന് തോന്നില്ലെന്ന് പറയാ. അപ്പൊ ഒരാൾ പറഞ്ഞു, വൈദ്യനാഥനെ തന്നെ പ്രാർത്ഥിക്കുക, വൈദ്യനാഥൻ രക്ഷിക്കുമെന്ന് പറയാണ്. ആ സമയത്ത് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, അതെ എന്റെ ചെറിയച്ഛനെ കുറിച്ച് അറിയാലോ, എന്റെ ചെറിയച്ഛൻ ഇതുപോലെ മുമ്പ് പാമ്പേടി ഏറ്റു. അവസാനം ഹോസ്പിറ്റലിൽ 2 ദിവസം കിടന്ന് ഹോസ്പിറ്റലുകാർ ഉപേക്ഷിച്ച് വിട്ടാണ്. ആ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സ്വാമി വന്നിട്ട് പറഞ്ഞു, വൈദ്യനാഥനെ പ്രാർത്ഥിച്ച് അവിടെ ഭസ്മപ്രസാദം നടത്തിയ ദേഹത്തെല്ലാം ശരീരത്തിൽ തേച്ച് ധാരയും കൂടെ നടത്തിയാൽ രക്ഷപ്പെടുമെന്ന്. അങ്ങനെ എന്തേ വൈദ്യനാഥന്റെ മുന്നിൽ അവിടെ കൊണ്ടേ കിടത്തി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ആ ഭസ്മല ദേഹത്ത് തേച്ച് കഴിഞ്ഞപ്പോ തന്നെ എന്റെ ചെറിയച്ഛൻ എഴുന്നേറ്റു. ഇപ്പൊ കണ്ടില്ലേ, എന്റെ ചെറിയച്ഛൻ ദിനം പ്രതി എല്ലാ ദിവസവും വൈദ്യനാഥനെ ഒന്നും കാണാതിരിക്കില്ല. ദിവസത്തിൽ ഒന്നെങ്കിലും വന്ന് തൊഴുത് പ്രാർത്ഥിക്കാതെ പോവില്ല. കാരണം ജീവൻ തിരിച്ചു കൊടുത്ത ആളല്ലേ വൈദ്യനാഥൻ, അതുകൊണ്ട് എന്നും വന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയാ. ഇത് കേട്ടൻ തിരുമേനിയുടെ ഭാര്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് കൊണ്ടാം. അവിടെ കൊണ്ടേ കിടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കില് എന്റെ ഭർത്താവിന് ജീവൻ തിരിച്ചു കിട്ടുമായിരിക്കുമെന്ന് പറയണം. അങ്ങനെ അവര് ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ കിടത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ തിരുമേനിയുടെ ഭാര്യ കൂടെ ഉള്ളവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ. ധാരയെ നടത്തി ഭസ്മപ്രസാദം കഴിപ്പിച്ച് അത് ശരീരവാസനം തേച്ച് പിടിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ എന്റെ ഭർത്താവിന് ജീവൻ കിട്ടുമായിരിക്കും. ഒരു ധാര കഴിപ്പിക്കാൻ ചീട്ടെടുക്കാന്ന് പറയാണ്. ആ സമയം കൂടെയുള്ളവർ പറഞ്ഞു, ആര് ധാര കഴിപ്പിക്കും, തിരുമേനിയല്ലേ കിടക്കണേ, തിരുമേനിയല്ലേ ഇത് കഴിക്കേണ്ട ആള്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കീഴ്ശാന്തി ഉണ്ടല്ലോ, കീഴ്ശാന്തിനെ കൊണ്ട് ചെയ്യിക്കാന്ന് പറയാം. അത് കേട്ടതും കൂടെയുള്ള ഒരാൾ പറഞ്ഞു, അതെ അതെങ്ങനെ ശരിയാവും, അത് പറ്റില്ലല്ലോ, ഈ ഗർഭഗൃഹത്തിൽ കയറാനായിട്ട് എല്ലാവർക്കും പറ്റില്ല, പ്രത്യേക താന്ത്രിക കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്, അവർക്ക് മാത്രം ഇവിടെ കയറി പൂജകളൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ, വേറെ ആർക്കും അതിനകത്ത് കയറി പൂജകൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. ഇനിയിപ്പോ എല്ലാം ഭഗവാന്റെ കയ്യിൽ തന്നെ എന്ന് പറഞ്ഞ് അവരെല്ലാം പോയി. അവസാനം തിരുമേനിയുടെ ഭാര്യ അപേക്ഷിക്കുകയാണ്, എന്റെ വൈദ്യനാഥ, എന്റെ ഭഗവാനെ എന്റെ ഭർത്താവിന്റെ ആപത്തും കൂടാതെ രക്ഷിച്ചോണെന്ന്. ഈ പ്രാർത്ഥന പരശുരാമൻ കേട്ടു.
പരശുരാമൻ അവരുടെ പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.